എനിക്കതിനെ പറ്റി ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാര്യം പുള്ളി ഓസ്ട്രേലിയയിൽ പോകുന്നതിൻ്റെ ഒരു 4 ദിവസം മുമ്പ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. എല്ലാ ദിവസവും മിക്ക ദിവസവും ഫോണിലൂടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്. എന്താണ് പെട്ടെന്ന് അങ്ങനെ ഒരു ചേതോവികാരം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി പുള്ളിക്ക് ഇങ്ങനെ തോന്നിയിട്ടാണോ? കുറെ നാളായാലും പുള്ളീനെ ആൾക്കാരൊക്കെ കണ്ടിട്ട് പുള്ളിക്ക് അതുകൊണ്ട് ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നു. പുള്ളീനെ ഒന്ന് ഓർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പരിപാടി നടത്തിയതായി കൊടുത്തില്ലല്ലോ. ഏതാണ്? അതെ, അതിപ്പോ ലാസ്റ്റ് ഇപ്പൊ ഈ ആരോപണം ഉന്നയിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇത്. ആരോപണം ഉന്നയിക്കുന്നതിന് ഒരു മാസം മുമ്പാണ് ഞാൻ ഇദ്ദേഹത്തിന് ഈ പടത്തിൽ വേഷം വാങ്ങിച്ചു കൊടുക്കുന്നത്. പക്ഷെ പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റില്ല. പുള്ളി അവിടെ സ്റ്റേജ് പ്രോഗ്രാമിന് പോയി. ഡേറ്റ് അങ്ങോട്ടേക്ക് മാറിയപ്പോൾ പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റില്ല. അതെ 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 എല്ലാം ഉണ്ട്. ഇപ്പോൾ നിവൃത്തിയില്ല എന്നല്ല. ഞാനിപ്പോൾ പുള്ളിക്കെതിരെ എൻ്റെ അഡ്വക്കേറ്റുമായിട്ട് തീരുമാനിച്ചിട്ട് നിയമപരമായി നീങ്ങിയിരിക്കുകയാണ്. നിയമപരമായിട്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകട്ടെ എന്നുള്ളതാണ് എല്ലാവരുടെയും തീരുമാനം. കാര്യം എനിക്കും പണിയെടുത്തതിന് കാശ് തരാനുണ്ടല്ലോ. അപ്പോൾ ഇതിപ്പോൾ കൊടുക്കുന്നത് അവിടെ നിൽക്കട്ടെ, ബാക്കി നമുക്ക് നിയമപരമായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. കാര്യം ഈ ഒരു പ്രസ്താവന മൂലം എനിക്കുണ്ടായ അപമാനം, എൻ്റെ കുടുംബത്തിനുണ്ടായ അപമാനം, എൻ്റെ മോന് അന്ന് കോളേജിൽ നിന്ന് ഇറങ്ങിയാണ്, ഇന്ന് വരെ അവൻ കോളേജിൽ പോയിട്ടില്ല. ഞാൻ അതൊക്കെ കൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു ഇത് വിളിച്ചു ചേർത്തത്. കാര്യം പിള്ളേരുടെ ഭാവി പോലും അവതാളത്തിലോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം എത്തിയേക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാത്തിനും നമ്മളെ സൈബർ ആക്രമണം നടത്തിയ എൻ്റെ മോളുടെ പേജിൽ കയറി ആക്രമണം നടത്തിയ എല്ലാവർക്കും എതിരെ പരാതി സൈബർ സെല്ലിൽ. അതെല്ലാം നീങ്ങിയിട്ടുണ്ട് കാര്യങ്ങൾ. അങ്ങനെ ഒരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. ധർമ്മജൻ പറഞ്ഞത് വേണമെങ്കിൽ നമ്മൾക്ക് 3 പേർക്കും കൂടി ഇരുന്ന് സെറ്റിൽമെന്റ് ആക്കാന്നാണ് ഹരീഷിനോട് പറഞ്ഞത് ധർമ്മജൻ. അല്ലാതെ അങ്ങനെ ഒരു ചർച്ച നടന്നു എന്നല്ല ധർമ്മജൻ പറഞ്ഞത്. ശരിക്കും കേട്ടു നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ഡേറ്റ് നോക്കിയിരുന്ന സമയത്തുള്ള ആർട്ടിസ്റ്റുകളൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്കൊരു ആവശ്യം വന്നപ്പോൾ അവരെല്ലാം സഹായിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. അവരെന്നോട് പറഞ്ഞ മര്യാദ ഇതല്ലേ, അതൊക്കെ അവർ നല്ല കാര്യത്തിന് വേണ്ടിയില്ല, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം പണിയെടുത്തല്ലേ, അതുകൊണ്ട് നിങ്ങളത് വെച്ചോ എന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും എന്നോട് പറഞ്ഞത്. ഇദ്ദേഹം മാത്രമാണ് അതൊന്നും പറയാത്തത്. രണ്ടുപേരും സജീവമായി തന്നെ സിനിമയിൽ നിൽക്കുന്ന ആൾക്കാർ, ഒരു ഔട്ടായി പോയ ആളുകളല്ല. എന്നിട്ടും ഇത്ര വലിയൊരു തുകയെ പറ്റി 20 ലക്ഷത്തിന് വേണ്ടിയിട്ട് താങ്കളെ മോശക്കാരനാക്കാൻ ഹരീഷിന് ശ്രമിക്കേണ്ട ഒരു സാഹചര്യം അവസ്ഥയുണ്ടോ? എന്ത് സംഭവിക്കുന്നു? ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? എന്താ സംഭവിച്ചത്? എന്തോ ഒരു തെറ്റിദ്ധാരണയും ഗൂഢാലോചനയും എൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാര്യം എൻ്റെ പടം റിലീസ് അനൗൺസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം. ഇതുവരെ സംസാരിച്ചില്ല. പക്ഷെ ഹരീഷ് അടുത്ത ദിവസം സിനിമ റിലീസിൻ്റെ അന്ന് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞു, ബാദുക്ക എന്നെ വിളിച്ചിരുന്നു, പൈസ തരാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ ആരോപണം ഉന്നയിച്ചത് രാത്രി ഹരീഷിൻ്റെ ഫോണിലോട്ട് വിളിച്ചു. ഹരീഷ് ഫോൺ എടുത്തില്ല. സന്ധ്യനെ വിളിച്ചു. കാര്യം സന്ധ്യ എന്നൊക്കെ പറയാൻ ഞങ്ങൾ അത്രയും നല്ല അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്ന ആൾക്കാരാണ്, കുടുംബ ബന്ധമുള്ള ആൾക്കാരായതുകൊണ്ടാണ്. സന്ധ്യനെ വിളിച്ചു. സന്ധ്യ ഫോൺ എടുത്തില്ല. സന്ധ്യയ്ക്ക് ആ മെസ്സേജ് ഇട്ടു, ഞാനാണ് ഫോൺ എടുക്കുമെന്ന് ചോദിച്ച് എടുത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ നിർമ്മലിനെ വിളിച്ചു. നിർമ്മൽ ഫോൺ എടുത്തു. കുറേ നേരം അവനെന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല ബാധക്ക എന്നൊക്കെ പറഞ്ഞു. നിർമ്മലും അങ്ങനെ കുറേ നേരമൊക്കെ സംസാരിച്ചു. അടുത്ത ദിവസം നിർമ്മൽ സിനിമയുടെ ഇൻ്റർവ്യൂ കയറി നിന്നിട്ട് എന്നെ കളിയാക്കുന്നുണ്ടായി. ഹരീഷ് കണാറിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടത് ഹരീഷ് കണാറിൻ്റെ സ്വഭാവം കൊണ്ടാണ്, ഹരീഷ് കണാറിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഹരീഷ് കണാറിൻ്റെ സിനിമയിലെ അവസരങ്ങൾ നഷ്ടപ്പെട്ടത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഓരോ സെറ്റിലും അയാളുണ്ടാക്കിയ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്.
എല്ലാ കാലത്തും ഒരു ആളിങ്ങനെ നിറഞ്ഞെപ്പോഴും സിനിമയിൽ നിൽക്കില്ല. ഒരു കാലഘട്ടത്തിൽ പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ ഇവരൊക്കെ മാറി മാറി കൊടുത്തേ പറ്റുള്ളൂ. പുള്ളിയുടെ ഒരുപാട് സ്വഭാവ പ്രശ്നങ്ങൾ സിനിമാ സെറ്റുകളിൽ ഉണ്ടായിട്ടുണ്ട്. പല പ്രൊഡ്യൂസർമാർക്കും പല ഡയറക്ടർമാർക്കും പല പല കൺട്രോളർമാർക്കും അനുഭവങ്ങളുണ്ട്. പുള്ളി വലിയ സിനിമകൾ ചെയ്യുമ്പോൾ വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ പടങ്ങൾ ചെയ്യുമ്പോഴും ഒരു സ്വഭാവവും, ചെറിയ ആൾക്കാർ അതായത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ പടം ചെയ്യുമ്പോൾ മറ്റൊരു സ്വഭാവമാണ് പുള്ളി കാണിക്കുന്നത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടത്. ഈ അടുത്ത് നിഖില ഒരു അഭിമുഖത്തിൽ അവർക്ക് കുറച്ച് ഒരു പ്രൊഡ്യൂസർ കുറച്ചധികം പണം കൊടുക്കാനുണ്ട്. ഒരു വീട് പണിയാണെങ്കിൽ എനിക്കൊരു മുറി മാറ്റി വെച്ചാൽ മതി, ഞാൻ അവിടെ താമസിച്ചോളാം എന്നൊക്കെ തമാശ രൂപേണ പറയും. അതിനടിയിലും ഒരുപാട് പേര് ബാദുഷ എന്നുള്ള പേര് കമന്റ് ചെയ്യുന്നുണ്ട്. അത് അതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? അതിനെതിരെ എന്തിനാ ചെയ്യുന്നത്? ബാധിക്കും. നിഖിലാവിമൽ എന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഏതൊരു പ്രൊഡ്യൂസറുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിലൊന്നും നിഖിലാവിമൽ അഭിനയിച്ചിട്ടില്ല. പ്രൊഡക്ഷൻ കൺട്രോളായിരുന്ന പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ അതിനെതിരെ എന്ത് ചെയ്യാനാ? ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇല്ല, ഞാൻ ഇന്നലെയാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വന്നായിരുന്നു എന്ന് പറയാം. അത് തമാശ രീതിയിലാണ് ആ കുട്ടി പറഞ്ഞേക്കുന്നത് പറഞ്ഞു. ഈ ശത്രുതയുടെ പേരിൽ എന്താണെന്നാണ് കരുതുന്നത്? ഇപ്പൊ ഹരീഷ് കണാരൻ ഇങ്ങനെ പറയുന്നു, അതിനുശേഷം വളരെ ആദ്യം സപ്പോർട്ട് ചെയ്യുകയും പിന്നീട് കളിയാക്കുകയും ചെയ്യുന്നു. ഇത്രയും ശത്രുത വരാൻ എന്തായിരിക്കും കാര്യം എന്ന് ആലോചിച്ചു? നമുക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടിയിട്ടില്ല. എന്തിനാണ് ഇവരെ കാണിച്ചേക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പുള്ളിയുടെ ഉള്ളിലുള്ള ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ വിളിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എന്നെ ഒരുപാട് പേര് വിളിച്ചായിരുന്നു. അമ്മയിൽ നിന്നൊക്കെ ഒരുപാട് പേര്. കാര്യം ഇൻഡസ്ട്രിയിലുള്ളവർക്ക് അറിയാം ഹരീഷ് കണാനൊക്കെ വേണ്ടി ഞാൻ എന്തോരം അധ്വാനിച്ചിട്ടുണ്ടെന്ന് മലയാള ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം. ആ ഒരു സമയത്ത് ഇവരൊക്കെ ഡേറ്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറവായ സമയത്താണ് അവർ എൻ്റെ അടുത്ത് ആവശ്യം. ഞാൻ അങ്ങോട്ട് പോയി ഞാൻ ഡേറ്റ് നോക്കാൻ പോയ ആളല്ല. എന്നെ തേടി ഇങ്ങോട്ട് വന്നാണ് എൻ്റെ കാര്യങ്ങളൊന്നും നോക്കണമെന്നും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്.